ഹരേ കൃഷ്ണ. നമസ്തേ നമസ്തേ നമസ്തേ. ആദ്യം തന്നെ ഈ ചാനൽ, നമ്മുടെ ഈ ചാനൽ, കാരണം ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മമിത്രങ്ങളായ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും നിങ്ങളുടെ ഒരു സപ്പോർട്ടുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ വിജയിക്കാനായിട്ട് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും, ലൈക്കിനും, സബ്സ്ക്രിപ്ഷനും, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ധാരാളം ഷെയർ ചെയ്യുന്നുണ്ടെന്നറിയാം. അത് തീർച്ചയായിട്ടും ഈ ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്കൊരു പുണ്യമുണ്ട്. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു വിശിഷ്ടമായ ഈശ്വര കാര്യമാണ്. എപ്പോഴും ഈശ്വര കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പം അതിലൂടെ അറിഞ്ഞോ അറിയാതെ നമുക്കൊരു പോസിറ്റീവ് എനർജി, ഒരു അനുഗ്രഹം വരികയാണ്. കാരണം പ്രപഞ്ചത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന രണ്ട് ദാനങ്ങളേ ഉള്ളൂ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഒന്ന് വിദ്യാദാനം, അതായത് ബ്രഹ്മജ്ഞാനം. രണ്ടാമത്തേത് അന്നദാനം. അന്നദാനത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിദ്യ എന്ന് പറയുന്നത് ആത്മീയ അറിവുകളെ എത്രത്തോളം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമോ, ആ ഒരു ഷെയർ ചെയ്യുമ്പോൾ പോലും അത് വായിക്കുന്ന ആളിൻ്റെ ആത്മാവിൽ ആ ഒരു മന്ത്രം അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് പോസിറ്റീവായൊരു ചിന്തയും അനുഗ്രഹവും വരുമ്പോൾ അതിന് പ്രപഞ്ചം നിങ്ങൾക്കും തിരിച്ചൊരു അനുഗ്രഹം നൽകും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് വരുന്നു. ആദ്യം തന്നെ ഇത്തരത്തിൽ നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ എനിക്ക് തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എന്നും ഞാൻ പ്രപഞ്ചശക്തിയുടെ പേരിൽ, സാക്ഷാൽ ആറ്റുകാലമ്മയുടെ പേരിൽ നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും പറയുന്നു. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മൾ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൽ നമുക്കും തിരിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങൾ വരും. ഞാൻ ഇന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് പൊങ്കാല ഇടാൻ വേണ്ടി നല്ല മന്ത്രമുണ്ടോ, പൊങ്കാല ഏത് മന്ത്രം ഉപയോഗിച്ചിട്ടാൽ ആ പൊങ്കാലയുടെ അനുഗ്രഹം നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കും, പൊങ്കാല ഇട്ടാൽ നമുക്ക് അടുത്ത വർഷത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാനും ഏത് മന്ത്രം ജപിക്കണം, ഒരുപാട് ഭക്തജനങ്ങൾക്കുള്ളൊരു സംശയമാണ്. ആ സംശയത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്ന മന്ത്രം. ഇത് അമ്മയുടെ വളരെ വിശിഷ്ടമായ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം നമുക്ക് പൊങ്കാല സമയത്ത് മാത്രമല്ല, അല്ലാത്ത മറ്റ് അവസരങ്ങളിലും കുടുംബത്തെ നമുക്ക് നിത്യജപത്തിന് ഉപയോഗിക്കാം. അമ്മയെ പ്രാർത്ഥിക്കാം. അമ്മയുടെ സർവ്വവിധ അനുഗ്രഹവും തരുന്ന മന്ത്രമാണിത്. ഇതൊരു വളരെ വിശിഷ്ടമായ മന്ത്രമാണ്. മന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഏകദേശം 9 മന്ത്രങ്ങളടങ്ങിയ ഒരു നല്ല അമ്മയുടെ ഒരു അനുഗ്രഹ കലയുള്ള മന്ത്രസ്വരൂപമാണത്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, മന്ത്രത്തിലേക്ക് കിടക്കുകയാണ്. മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് എഴുതിയെടുത്തിട്ട് ബൈ ഹാർട്ടാക്കുകയോ, ആറ്റുകാൽ പൊങ്കാല ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണം വരണമെങ്കിൽ നേരത്തെ തന്നെ ജപിച്ച് തുടങ്ങണമല്ലോ, അതിനുള്ള അവസരം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ മന്ത്രത്തിലേക്ക് കിടക്കുന്നു. ഓം ഹ്രീം നമ, ഓം വേദാത്മികായേ നമ, ഓം ത്രിശക്തിയേ നമ, ഓം സ്വസ്തികായേ നമ, ഓം ഭുവനേശ്വരിയേ നമ, ഓം മഹായോഗിന്യേ നമ, ഓം സാമപ്രിയായേ നമ, ഓം ത്രികോണസ്ഥായേ നമ, ഓം ത്രിപുരാത്മികായേ നമ. ഈ 9 മന്ത്രങ്ങളടങ്ങിയ മന്ത്ര കൂട്ടായ്മയാണ് അമ്മയുടെ, അതായത് അമ്മയുടെ എല്ലാ ഭാവങ്ങളും, അതായത് ശക്തി, അതുപോലെ തന്നെ അമ്മയുടെ യോഗിന്യാവസ്ഥ, ഭുവനേശ്വരി അവസ്ഥ, അതുപോലെ തന്നെ അമ്മയുടെ നമ്മൾ പറയില്ലേ, ശ്രീചക്രം വച്ച് പൂജിക്കുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ശ്രീചക്രത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ആ ശ്രീചക്ര യന്ത്രാത്മികയായിട്ടിരിക്കുന്ന അമ്മയുടെ ആ അവസ്ഥ കൂടി ഉൾപ്പെടുന്നതാണ് ഈ മന്ത്രം. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾ സന്ധ്യാനാമങ്ങൾ ഉൾപ്പെടുത്തുക, ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ജപിക്കുക. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്കിത് ബൈഹാർട്ടാണോ പിന്നെ ഏത് അമ്പലത്തിൽ പോകുമ്പോഴും ഉള്ളിൽ ജപിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോഴേ നിങ്ങളിത് ജപിച്ച് മുന്നോട്ട് പോയാൽ ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാല സമയത്ത് നിങ്ങൾക്ക് ജപിച്ച് അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പറ്റും. മനസ്സിൽ ജപിച്ചുകൊണ്ട് പൊങ്കാല ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കും. തീർച്ചയായിട്ടും അടുത്ത വർഷം ആറ്റുകാൽ പൊങ്കാല വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ എഴുതാൻ പറ്റും. ഞങ്ങൾക്ക്
ഇന്ന കാര്യം വിചാരിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് ഞങ്ങൾക്ക് കാര്യം നടന്നു, ഉദ്ദിഷ്ടകാര്യം നടന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണം. കാരണം അത്ര ഉറച്ച വിശ്വാസമായിരിക്കണം. അതുപോലെ തന്നെ അമ്മയെ, സാക്ഷാൽ ആറ്റുകാലമ്മയെ തന്നെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ടേ ജപിക്കാവൂ. മറ്റൊന്ന്, ഈ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല സമയമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ ജപിക്കുകയാണ്. നോൺ വെജ് കഴിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നോൺ വെജ് കഴിച്ചാൽ 2 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായിട്ട് ജപിക്കാവൂ. മറ്റൊന്ന്, നിത്യജപം ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത സമയം വന്നു, സ്ത്രീകളെ സംബന്ധിച്ച് സംശയം വരും, ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാമോ? തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത അത്രയും സമയം ഒഴിവാക്കിയിട്ട് ബാക്കി സമയം ജപിക്കാം, കുഴപ്പമില്ല. മറ്റൊന്ന്, നമ്മളെപ്പോഴും 9 ഗുണിതങ്ങൾ, ഈ മന്ത്രം നമ്മളിപ്പം ജപിച്ചു, ഈ ഒരു സെറ്റ് മന്ത്രം 9 തവണ ആവർത്തിച്ച് ജപിക്കുകയും വേണമെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള 27, 36, പിന്നെ 54, 108 ഇങ്ങനെ ആവർത്തിച്ച് ജപിക്കാവുന്നതാണ്. എന്തായാലും ഈ മന്ത്രജപം കൊണ്ട് ആറ്റുകാലമ്മ നിങ്ങൾക്ക് പൂർണ്ണമായ അനുഗ്രഹം തരും. ആറ്റുകാലമ്മ വിളിച്ചാൽ വിളി കേൾക്കും. തീർച്ചയായിട്ടും മാതൃസ്വരൂപിണിയായ അമ്മ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ, അതായത് പുരുഷന്മാർക്ക് അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ പോലെയാണ് സ്ത്രീകളുടെ ശബരിമലയാണ്. പ്രപഞ്ചത്തിൽ ഇത്രയധികം ഭക്തരെത്തുന്ന, പൊങ്കാല ഇടുന്ന മറ്റൊരു ക്ഷേത്രം ഈ പ്രപഞ്ചത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരുന്ന പൊങ്കാല സമയത്ത് നിങ്ങൾക്ക് ജപിക്കാൻ ഈ മന്ത്രം ഗുണകരമാവട്ടെ. അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം. അതുപോലെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. എന്നും ഈ സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് ഈ വീഡിയോകൾ, എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്ത് ഈശ്വര കാര്യങ്ങൾ മറ്റുള്ളവരിലെത്തട്ടെ. എനിക്കതേ ചിന്തയുള്ളൂ. മാക്സിമം ഈ പ്രപഞ്ചത്തിലെല്ലാവർക്കും ഈശ്വര കാര്യങ്ങൾ അറിയാനും ജപിക്കാനും പുണ്യം നേടാനും കഴിയട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ, ആറ്റുകാലമ്മ അനുഗ്രഹിക്കട്ടെ. ഓം പരാശക്തിയെ നമഃ. ഓം പരാശക്തി.